ബഡീസ്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഹെൽത്ത് വർക്ക് ചാപ്റ്റർ 2 ഒരു ഭാഗമാവാന്നുള്ളത്. സോ അത് ഇന്ന് നടക്കുകയാണ്. ഞങ്ങൾ അവിടെ പോയി എത്തി. ആൻഡ് ഈ ഹെൽത്ത് വർക്ക് എന്ന് പറയുന്നത് ഹെൽത്തിനെയും ഫാഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. പിന്നെ ഈ റാമ്പിൽ ഇറങ്ങാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പ്രൊഫഷണൽസ് ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, ഈവൻ ഡോക്ടേഴ്സ്, പിന്നെ ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ ഒരുപാട് അധികം ആൾക്കാരുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ഒരു ഫാമിലി പോലെയാണ് ഫീൽ ചെയ്തത്. സിദ്ധി സാറാണിത്. സിദ്ധി സാർ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്കിപ്പോൾ 2 പ്രോഗ്രാമാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഡാൻസും വേറൊരെണ്ണം റാമ്പ് വാക്കായിരുന്നു. ശേഷം എനിക്ക് ഹെയറൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഇതാണ് എൻ്റെ മേക്കപ്പിൻ്റെ ഡാൻസിൻ്റെ ലുക്ക് കേട്ടോ. ഡാൻസിന് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ലുക്കാണ് കൊടുത്തത്. ഞങ്ങളൊരു കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു. ഇതാണ് കൃഷ്ണ മാം. നമുക്ക് എല്ലാവർക്കും അറിയാലോ, മാം ഒരു ആക്ട്രസ്സാണ്. മാമാണ് ഞങ്ങൾക്ക് ഡാൻസ് പറഞ്ഞത്. മാം ഭയങ്കര കമ്പനിയായിരുന്നു. അതുമാത്രമല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ +2 ആണ് മാമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിന്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഷിയ സാർ ഉണ്ടായിരുന്നു. ഗസ്റ്റായി വന്നതാണ്. അപ്പോൾ ആളുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇതാണ് രാംജിത്ത് സാർ. സാറാണ് ഞങ്ങളുടെ റാമ്പ് വർക്ക് എല്ലാം കൊറിയോഗ്രാഫ് ചെയ്തത്. സാർ ഒരു ഡോക്ടറും കൂടിയാണ്. ഇത് പ്രിൻഡോ ചേട്ടൻ, ഇൻഫ്ലുവൻസറാണ്. ഇതാണ് യേതുകൃഷ്ണൻ ചേട്ടൻ. ഇതും ഒരു ഇൻഫ്ലുവൻസറാണ്. ഞാൻ വിചാരിച്ച പോലെയല്ല, ആൾ ഭയങ്കര കൂളാണ് കേട്ടോ. അവിടെ നിന്ന് കിട്ടിയതാട്ടെ കുഞ്ഞു മിടിക്കണേ. ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാത്രമല്ല കേട്ടോ, എല്ലാവരും കൂടെ ഭയങ്കര ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു അവൻ. പിന്നെ എനിക്കിത് അവിടെ നിന്ന് കിട്ടിയൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീഭദ്ര. എന്ത് രസമുള്ള ചിരി കാണാൻ. പിന്നെ ഇതാണ് എൻ്റെ സെക്കൻഡ് കോസ്റ്റ്യൂം. ഇതെന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് തീമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഇത് ഡിസൈൻ ചെയ്ത ഡിസൈനർ അടിപൊളിയായിരുന്നു. ആ ചേച്ചിയുടെ ഒരുപാട് അവർ ഹാർഡ് വർക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഈ ഡ്രസ്സ് എന്ന് തന്നെ പറയുന്നത്. ഇതിൽ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സീക്വൻസ് പോലെ ചേച്ചി കൈ കൊണ്ട് ഉണ്ടാക്കിയതൊക്കെയാണ് കേട്ടോ. ലൈക്ക് അത്രയും ടൈം എടുത്ത് കൺസ്യൂം ചെയ്ത് ഉണ്ടാക്കിയ ഒരു ഡ്രസ്സാണ്. പിന്നെ അവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റാമ്പ് വാക്കൊക്കെ പ്രാക്ടീസ് ചെയ്തു. റാമ്പിൽ വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഡിസൈനർ കേട്ടോ. ഈ മാമാണ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നത് ഡ്രസ്സ്. ഇനി എൻ്റെയും ഡിസൈനറിൻ്റെയും ഒരുമിച്ചുള്ള ഒരു വോക്കാണ്. എൻ്റെ ഡിസൈനർ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് മേടിക്കാം കേട്ടോ. എനിക്കിത് ഭയങ്കര പ്രൗഡ്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ്. ഫേമസ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടത് പ്രിൻഡോ ചേട്ടൻ, പിന്നെ ഇത് യേതുകൃഷ്ണൻ ചേട്ടൻ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ സ്റ്റേ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഴയൊക്കെയാണ്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ഉണ്ടായിരുന്നത്. പിന്നെ മോർണിംഗ് ആയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോൾ യേതുകൃഷ്ണൻ ചേട്ടനാണ് ഫ്രണ്ടിലിരിക്കണേ. പിന്നെ ഇത് ഈ മിഡിൽ നിൽക്കുന്ന കേട്ടോ നമ്മുടെ ഡിസൈനർ. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചേച്ചിയുടെ വർക്കിൽ. ഇതാണ് ഇത്ത എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതാണ് ഇത്ത. എൻ്റെ ഒരു വെൽവിഷറും കൂടിയാണ് കേട്ടോ. ഇതെനിക്ക് കിട്ടിയൊരു സർട്ടിഫിക്കറ്റാണ്. പിന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, കാരണം അത്ര അടിപൊളിയായിട്ടുള്ളൊരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു എനിക്കത്.